കൃഷ്ണകുമാറിന്റെ കൃഷ്ണമണിക്ക് കുത്തിയത് BJP പ്രവർത്തകൻ. കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റ സംഭവത്തിൽ BJP പ്രവർത്തകനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു. BJP കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി മുളവന കഠിനാംപൊയ്ക ജിത്തുഭവനിൽ 50 വയസ്സുകാരനായ സനൽ പുത്തൻവിളയാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി കുണ്ടറ മുളവന ചന്തയ്ക്ക് സമീപം നടന്ന പ്രചരണത്തിനിടെയാണ് മൂർച്ചയുള്ള വസ്തു കൊണ്ടതിനെ തുടർന്ന് കൃഷ്ണകുമാറിന്റെ വലത് കണ്ണിലെ കൃഷ്ണമണിക്ക് പരിക്കേറ്റത്. തുടർന്ന് അദ്ദേഹം കൊല്ലം ബെൻസിഗർ ആശുപത്രിയിലെത്തി വിദഗ്ധ ചികിത്സകൾ നടത്തുകയും ചെയ്തു. പോലീസ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പരാമർശിച്ച് CPM-നെ വിമർശിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ CPM പ്രവർത്തകരാണ് തന്റെ ആക്രമണത്തിന് പിന്നിൽ എന്ന് കാട്ടി കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണകുമാർ പരാതി നൽകുകയും ചെയ്യുകയുണ്ടായി. മൂർച്ചയുള്ള ആയുധം കൊണ്ട് തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിലാണ് BJP പ്രവർത്തകനായ സനൽകുമാർ പിടിയിലായത്. താൻ മനഃപൂർവ്വം കുത്തിയതല്ലെന്നും കൃഷ്ണകുമാറിനെ വേദിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് കയ്യിലിരുന്ന താക്കോൽ അബദ്ധത്തിൽ കണ്ണിൽ കൊണ്ടതാണെന്നുമായിരുന്നു പോലീസിന് അദ്ദേഹം മൊഴി കൊടുത്തത്. ഇത് അബദ്ധത്തിൽ പറ്റിയൊരു അപകടമാണെന്ന് പോലീസ് മനസ്സിലാക്കിയാണ് പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. അതോടെ CPM പ്രവർത്തകർ കരുതിക്കുട്ടി തന്നെ ആക്രമിച്ചു എന്ന കൃഷ്ണകുമാറിന്റെ പരാതിയുടെ മുനയൊടിഞ്ഞു. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഗുരുതരമായി പോയി. അതായത് നമ്മൾ ഈ സാധാരണ കണ്ണിലൊരു ഷാർപ്പ് ഒബ്ജക്റ്റെല്ലാം കുത്തുമ്പോഴത്തേ നമുക്കൊരു പെയിൻ വരും, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വന്നു. അപ്പോൾ ഇത് പ്രചരണം നടക്കുമ്പോൾ നമുക്കറിയുന്നില്ലല്ലേ ആരെ എന്ത് നമുക്കറിയാൻ പറ്റും. ഭയങ്കര കൂട്ടമായിരുന്നു കുണ്ടറയിൽ. അപ്പോ ഇനി തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് അതിന്റെ ഒരു കാഠിന്യം മനസ്സിലാകുന്നത്. കാരണം ഈ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ ഗുണ്ടകൾ പോലീസിൽ കയറി ഇത്തരം പ്രവർത്തിക്കുന്നതൊക്കെ നിശ്ചിതമായ ഭാഷയിലാണ് സംസാരിച്ചത്. ഇത് കഴിഞ്ഞുള്ള അടുത്ത ഇത് വന്നപ്പോഴത്തെ അവിടെയും അതുപോലെ കൂട്ടവും ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. ഒരിടത്തും ഈ തിക്കും തിരക്കും ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാക്കി. അപ്പൊ ഇപ്പൊ ആൾക്കാർ പറയുന്നത് കൃഷ്ണകുമാർ അത് ക്രിയേറ്റഡ് ആണ്, അവരുടെ ആളുകൾ കയറി ചെയ്തിരിക്കുന്നതാണ് ഈ കണ്ണിന്റെ ഇത് കുത്തിയിരിക്കുന്നത്. ഇതെങ്ങനെ കണ്ണിലേക്ക് എന്തെങ്കിലും വെച്ച് ആരെങ്കിലും കുത്തിയതാണോ? എങ്ങനെ ഇതൊരു പരിക്ക് ഉണ്ടാകുന്നത്? അങ്ങനെ കാരണം നമ്മൾ ഈ കൂട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല, ഒരാളെ കാണും. കാരണം കൂട്ടത്തിൽ വരുമ്പോൾ പലതും പറ്റും, കാലിൽ ചവിട്ടും പറ്റും, അമ്മാരി തിരക്ക് വരും. എന്തോ ഒരു സാധനം കണ്ണിൽ വന്ന് കുത്തുകയായിരുന്നു. ഞാൻ കണ്ണടച്ച് അങ്ങോട്ട് കൊണ്ട്, കാരണം എനിക്ക് വേദന ഭയങ്കരമായി പോയി. വെള്ളം അവിടെ നിന്ന് ആരോ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുമ്പോൾ നീറുന്നുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, കർച്ചീഫൊക്കെ വെച്ചിട്ട് ഞാൻ പ്രചരണത്തിൽ പോയി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാതെ വരുന്നു, എന്തോ കണ്ണിൽ കിടക്കുന്നവർ. അങ്ങനെ ഐ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഈ കോർണിയ കട്ടായി പോയി നമ്മുടെ കൃഷ്ണമണി. അതാണ് അപ്പൊ കണ്ണടയ്ക്കാൻ വയ്യ. അങ്ങനെ അവിടെ നിന്ന് അവര് ഡ്രസ്സ് ചെയ്ത് വിട്ടെങ്കിൽ ബെൻസിഗറിൽ പോകാൻ പറഞ്ഞു. എനിക്ക് പ്രചരണം നിർത്താനും പറ്റിയില്ല. അവിടെയാണ് എന്റെ ഒരു മിസ്റ്റേക്കും പറ്റിയത്. 2 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ പ്രചരണത്തിന് പോയി. അപ്പോൾ തിരിച്ചുവിടെ വന്നപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, കണ്ണിന്റെ കാഴ്ച പോകുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ അപ്പൊ ഇന്ന് വീണ്ടും ഇനിയും കൂടിയിട്ട് ഇപ്പൊ ബെൻസിഗറിൽ പോയിട്ട് വന്നു. അപ്പൊ ഇതൊരു കേസും കൊടുത്തിട്ടാന്ന് വെച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവിച്ചത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും പേപ്പേഴ്സ് എല്ലാം നീക്കി ഹോസ്പിറ്റലിൽ നിന്ന് ഇതിന്റെ ഗുരുതരാവസ്ഥ കാണിച്ചു. ആ ലെറ്ററിൽ അതിന്റെ പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. അതെ അതെ മനസ്സിലായി. കാരണം ഇത് ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇന്ന് ഇറങ്ങാന്ന് വെച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കാഴ്ച ശക്തി പോകും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല കോർണിയയിലാണ് കട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇലക്ഷൻ രംഗത്ത് നിന്ന് അകറ്റുക എന്നുള്ളതായിരിക്കാം ഇവരുടെ ഉദ്ദേശവും. ഈ പറഞ്ഞ പോലെ നമ്മളിതെല്ലാം കേൾക്കുന്ന വെച്ചാൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ അറിയില്ല. അപ്പൊ അവിടെ വെച്ചാൽ അതിതീവ്രമായ ആൾക്കാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കില്ല. നമുക്കിതൊന്നും മനസ്സിൽ പോകില്ലല്ലോ. കാരണം ഇപ്പോ സുനിൽ ഇവിടെ വന്നൊരു പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ആളും കൂട്ടവും വരുമ്പോൾ സ്വാഭാവികം നമുക്ക് ഉള്ളിനുള്ളിൽ എനർജിയും ഒരു സന്തോഷം കൂടുന്നതാണ്. ആള് കൂടുകയല്ലേ. അതെ അതെ, നമ്മളൊന്ന് ചെറുതായിട്ട് മതി മറന്ന് നിൽക്കും. അതൊക്കെ അതിന്റെ വിഷയം. ആ സമയത്താണ് ഇത് വരുന്നത്, പ്രതീക്ഷിക്കാത്ത സമയത്ത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.